Usha, and my first placing is that I was in the biodata Pachamatta industrial scale production of biodiesel from Jetstar oil by transcription process over nanocatalyst. So what is this transcription process and how it involves the reaction of nanocatalyst by just explaining. ബയോഡീസൽ എന്താണെന്നത് പറഞ്ഞു നോക്കാം. ബയോഡീസൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ആൾട്ടർനേറ്റീവ് ഫ്യൂൽ. ഡീസലിന് പകരം നമുക്ക് ആസിഡ് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്യൂലാണ് ബയോഡീസൽ. ഡീസലിന്റെ സ്ട്രക്ചർ നമുക്ക് കെമിസ്ട്രി അറിയുന്നവർക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഏതാണ്ട് ഫ്യൂൾസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹൈഡ്രോകാർബൺ ലൈക്ക് സ്ട്രക്ചറാണ്. അതിൽ തന്നെ ഡീസൽ എന്ന് പറഞ്ഞാൽ പെട്രോൾ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആ കാർബൺ ചെയിനിലാണ്. സോ ബയോഡീസൽ എന്ന് പറയുമ്പോൾ ഇൻ അഡീഷൻ ടു കാർബൺ ചെയിൻ അല്ലെങ്കിൽ കാർബൺ ചെയിനിൽ അഡീഷണൽ ആയിട്ട് ഓക്സിജൻ കൂടി വരും. എസ്റ്ററാണ് ബയോഡീസൽ എന്ന് പറയുന്നത്. സോ വി ആർ പ്രിപ്പയറിംഗ് ഇറ്റ് ബൈ ട്രാൻസിസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. ട്രാൻസിസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു എസ്റ്ററിനെ വേറൊരു എസ്റ്റർ ആക്കി മാറ്റുന്ന റിയാക്ഷനാണ് ട്രാൻസിസ്റ്ററിഫിക്കേഷൻ. സോ ജെറ്റ് ഓയിൽ ഒരു സോഴ്സ് ആണ് ബയോഡീസലിന്റെ. ഓയിൽ എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡാണ്. ഇറ്റ് ഈസ് എൻ എസ്റ്റർ. ഗ്ലിസറോൾ ആണ് അവിടുത്തെ ആൽക്കഹോൾ പാർട്ട് എന്ന് പറയുന്നത്. സോ വി നോ ദാറ്റ് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് സ്ട്രക്ചർ. സോ അതുകൊണ്ട് തന്നെ ഓയിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. ഓയിൽ ആയാലും ഫാറ്റ് ആയാലും ഇറ്റ് ഈസ് എ വിസ്കസ് സ്ട്രക്ചർ. സോ വിസ്കസ് ആണ് അതിന്റെ നേച്ചർ. നമുക്ക് ഫ്യൂവലിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഓയിൽ ആസിഡ്സ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ എഞ്ചിനിൽ ഒരുപാട് മോഡിഫിക്കേഷൻസും സ്റ്റിൽ എഫിഷ്യൻസി വിൽ ബി ലോ. സോ നമുക്ക് ആ ഒരു വിസ്കോസിറ്റി മാറ്റിയിട്ടുള്ള ഒരു ഓയിലിനെ മാത്രമേ നമുക്ക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. So we are conducting transesterification reaction. So converting triglyceride to fatty acid methyl ester. Triglyceride ne nammal fatty acid methyl ester ആക്കി മാറ്റുക. So glycerol ne replace ചെയ്ത് methanol ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. So in our research we are using some heterogeneous catalysts. നാനോ എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് heterogeneous catalysts. Most of them may be nano size in range. സോ ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഇൻഡസ്ട്രിയൽ സ്കെയിൽ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാറ്റലിസ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ബയോഡീസൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇസ് എ ഓക്കെ പ്രോസസ്സ്. അതായത് നമുക്കിപ്പോൾ പെട്രോളിയം റിഫൈനറിയിൽ നടക്കുന്ന പ്രോസസ്സൊന്നും നമുക്ക് നമ്മുടെ ലാബിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ യു ക്യാൻ പ്രൊഡ്യൂസ് ബയോഡീസൽ ഇൻ എ ലാബോറട്ടറി സ്കെയിൽ. ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ മാത്രമല്ല ഒരു ചെറിയ സെറ്റപ്പിൽ നമുക്ക് ബയോഡീസൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് കാറ്റലിസ്റ്റ്. ഹോമോജീനിയസ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടന്റ് കാറ്റലിസ്റ്റ് ഒരേ ഫേസിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ റിയാക്ഷൻ വിൽ ബി ഹൈലി എഫിഷ്യൻറ്റ്. ഒരേ ഫേസിലുള്ള റിയാക്ഷൻ ആകുമ്പോൾ കമ്പണൻസ് എല്ലാം ഒരേ ഫേസിലാകുമ്പോൾ റിയാക്ഷൻ എഫിഷ്യൻ്റ് ആയിരിക്കും. പക്ഷേ ആഫ്റ്റർ ദ റിയാക്ഷൻ ദ സെപ്പറേഷൻ ഓഫ് കാറ്റലിസ്റ്റ് വിൽ ബി ഹൈലി ഡിഫിക്കൽട്ട്. കാറ്റലിസ്റ്റിന്റെ സെപ്പറേഷൻ ബുദ്ധിമുട്ടായിരിക്കും. We cannot do it by filtration or centrifugation. So normally biodiesel പ്രൊഡക്ഷന് ശേഷം അതിലുള്ള സോഡിയം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക, ഡിസ്കാർഡ് ചെയ്യുക. സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റിയേജന്റ് അല്ല. ഇറ്റ് ഹാസ് സം കൊറോസീവ് നേച്ചർ ഉണ്ടാവും. അതർവൈസ് അത് വാഷ് ചെയ്യാനുള്ള വെള്ളം നമ്മൾ വേസ്റ്റ് ചെയ്യാം. എക്സസ് മേ ബി 4, 5, 6 വാഷിങ്സ് നമുക്ക് ഓരോ ബയോഡീസൽ പ്രിപ്പറേഷൻ പ്രോസസ്സിലും ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് റിമൂവ് ചെയ്യാൻ വേണം. പിന്നെ തിയറട്ടിക്കലി കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ്ലി യൂസ്ഡ് എന്നുള്ളതാണ്. പക്ഷേ ഹോമോജീനിയസ് കാറ്റലിസ്റ്റുകളുടെ സെപ്പറേഷൻ ഡിഫിക്കൽട്ടീസ് കാരണം വി കനോട്ട് യൂസ് ഇറ്റ് റിപ്പീറ്റഡ്ലി. സോ ഇൻസ്റ്റന്റ് വി ആർ എംപ്ലോയിങ് ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ്. സോ വി ആർ എംപ്ലോയിങ് സം നാനോ കാറ്റലിസ്റ്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഡീസൽ. സോ അവിടുത്തെ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ റിയാക്ഷൻ ഇറ്റ് ക്യാൻ ബി ഈസിലി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ അല്ലെങ്കിൽ സെൻട്രിഫിക്കേഷൻ. സോ ഇറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ്ലി യൂസ്ഡ്. വി ഹാവ് patented one biodiesel production. The catalyst is prepared in a simple way, and the catalyst we successfully repeatedly used for 8 times. Total cost of catalyst in our there is no cost for it because it is repeatedly regenerated and reused. So total cost of production കുറയ്ക്കാമോ? അതുകൂടാതെ പ്രോസസ്സിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് ഇലക്ട്രോജീനിയസ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ പറ്റുന്നു. ബയോഡീസൽ ഉണ്ടാക്കുന്നതിൽ അത് ഗ്ലോബൽ എനർജി ഡിമാൻഡ് എങ്ങനെയാണ് അത് മീറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ബയോഡീസൽ ഒരു ഫ്യൂലായിട്ട് യൂസ് ചെയ്യുമ്പോൾ വരുന്ന പ്ലസ് പോയിന്റ്സ് പറയുകയാണെങ്കിൽ നമ്മൾ പൊല്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പൊല്യൂഷൻ കുറവാണ്. വേസ്റ്റ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ സിലിക്കയാണ്. സിലിക്കയാണ് അവിടുത്തെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ അതിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. സോഡിയം സിലിക്കേറ്റ് ആണ് നമ്മുടെ കാര്യം. സോഡിയം സിലിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയായിട്ട് വളരെ ചേർന്ന് പോകുന്ന ഒരു കെമിക്കലാണ്. പൊല്യൂഷൻ സോഡിയം സിലിക്കേറ്റ് ആയതുകൊണ്ട് അതിൽ നിന്ന് ഒരു പൊല്യൂഷൻ വരുന്നില്ല.
സോ ഈവൺ ആഫ്റ്റർ യൂസ് നമുക്കിപ്പോൾ 20 യൂസ് കഴിഞ്ഞു അതിന്റെ ആക്ടിവിറ്റി കുറഞ്ഞു വെച്ചാൽ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കെമിക്കലാണ്. ഒരു ഗ്രീൻ കെമിസ്ട്രി യൂസ് ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷനിൽ എൻവയോൺമെന്റൽ കണ്ടീഷനിൽ ഗ്രീൻ കെമിസ്ട്രി ഒരു ഇമ്പോർട്ടൻസ് അതിന്റെ ഒരു പ്രിൻസിപ്പിൾസ് ഒക്കെ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഗ്രീൻ കെമിസ്ട്രിനെ എല്ലാ ഏരിയയിലേക്കും ഇംപ്ലിമെന്റ് ചെയ്യാണ് വേണ്ടതെന്നാണ് എന്റെ ഒരു കൺസെപ്റ്റ്. ഗ്രീൻ കെമിസ്ട്രി പ്രിൻസിപ്പിൾസ് ഡിഗ്രി ലെവലിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. 12 പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ PhD വർക്ക് മുതൽ ഗ്രീൻ കെമിസ്ട്രി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പ്രിൻസിപ്പിളിനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈ സസ്റ്റൈനബിൾ കെമിസ്ട്രിയാണ് നമ്മുടെ ടാർഗറ്റ്. ഇന്ന് ഞാൻ റിസർച്ച് ചെയ്യുന്നതുകൊണ്ട് നാളെ വേറൊരാൾ സഫർ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സംഭവം കൊണ്ടാണ് നമ്മൾ ഗ്രീൻ കെമിസ്ട്രി സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അതിലൊരു സെപ്പറേറ്റ് ബ്രാഞ്ചായിട്ട് കാണാതെ നമ്മുടെ ഓരോ കെമിസ്ട്രിയിലേക്കും ഓരോ കെമിക്കൽ പ്രോസസ്സിലേക്കും ഗ്രീൻ കെമിസ്ട്രി പ്രിൻസിപ്പിൾസ് ഇംപ്ലിമെന്റ് ചെയ്ത് കുറച്ചുകൂടി സേഫ് കെമിസ്ട്രി സൊസൈറ്റിയിലേക്ക് ഡെലിവർ ചെയ്യാൻ അതാണ് നമ്മുടെ ഒരു പർപ്പസ്. അതുകൊണ്ട് തന്നെ എല്ലാ ഏരിയയിലും കെമിസ്ട്രിയിലെന്ന് മാത്രമല്ല ഈവൻ ഫിസിക്സിലാണെങ്കിലും ഏത് മെറ്റീരിയൽ ആണെങ്കിലും കെമിക്കൽ പ്രോസസ്സസ് വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ എവരിബഡി ഈസ് ട്രൈങ് ടു സ്റ്റിക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രീൻ കെമിസ്ട്രി ടു പ്രിസർവ് ദ എൻവയോൺമെന്റ്. നാനോ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ റീസെന്റ് ഉണ്ടായിട്ടുള്ള എക്സൈറ്റിംഗ് അഡ്വാൻസ്മെന്റ്സ് എന്തൊക്കെയാണ്? നാനോ സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ഇപ്പൊ എല്ലാ ഏരിയയിലും വരുന്നത്. നമ്മളിപ്പോ കാണുന്ന എല്ലാ ഏരിയയിലും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫ്ലെക്സിബിൾ ഇലക്ട്രോണിക്സിലാണെങ്കിൽ ഈവൻ ഗ്രാഫീൻ ഡിസ്പ്ലേസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രാഫീനെ ഒരു വേറൊരു കാറ്റലിസ്റ്റിനെ റീപ്ലേസ് ചെയ്ത് ഗ്രാഫീൻ വരുമ്പോൾ തന്നെ പ്രോസസ്സിൽ ഒരുപാട് എൻഹാൻസ്മെന്റുകളാണ് വരുന്നത്. സോ നൗ വി ആർ തിങ്കിങ് അബൌട്ട് കോൺക്രീറ്റ് അഡിറ്റീവ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ റബ്ബറിലേക്ക് അഡിറ്റീവ് ആ ലെവലിലേക്ക് ചിന്തിക്കുന്നുണ്ട്. പിന്നെ സെൻസേഴ്സ് ഒക്കെ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ്. ഫ്യൂൽ സെൽസിലേക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഗ്രാഫീൻ ബേസ്ഡ് മെറ്റീരിയൽസ് നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഗ്രാഫീനെ പരമാവധി ഏരിയാസിലേക്ക് അപ്ലിക്കബിൾ ആക്കി ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി ഒക്കെ എൻഹാൻസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്റെ പാഷൻ റിസർച്ചാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഹോബി എന്താണെന്ന് ചോദിച്ചാലും ഞാൻ റിസർച്ച് എന്ന് പറയുന്നത്. ഏറ്റവും ഇഷ്ടമായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാലും ഞാൻ റിസർച്ച് എന്ന് പറയുന്നത്. സോ ഞാൻ വെറുതെ അല്ലെങ്കിൽ പോസ്റ്റായി എന്റെ പ്രൊഫഷന് വേണ്ടി പ്രൊഫഷണൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് എനിക്കിതൊരു ജോലിയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ പ്രോബ്ലംസ് ഒക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്നതുപോലെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇഷ്യൂസ് ഒക്കെ വരും. പക്ഷെ എനിക്കിഷ്ടമുള്ള കാര്യം എനിക്ക് ചെയ്യണമല്ലോ. സോ അത് ഓപ്പൺ ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല.